ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 16-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഈശോനാഥൻ പഴയ നിയമത്തിലെ രണ്ട് വ്യക്തിത്വങ്ങളെ എടുത്തുകൊണ്ട് തന്നെ അവരോട് താരതമ്യം ചെയ്ത് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ളതാണ്. ഒന്ന് യോനാ പ്രവാചകൻ, രണ്ട് സോളമൻ രാജാവ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സാണത്. നമ്മൾ ഓർക്കണം, സോളമൻ രാജാവ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ജ്ഞാനത്തിന്റെ പ്രതീകവും ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് അവതരിപ്പിക്കുന്ന ആളാണെങ്കിൽ, യോന ഏറ്റവും വലിയ പ്രവാചകൻ നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനേക്കാൾ വലിയ പ്രവാചകർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരു പ്രത്യേക രീതിയിൽ ഈശോയുമായിട്ട് സാമ്യം പുലർത്തുന്ന, അതായത് ഈശോന് പറയുന്നുണ്ട്, യോന 3 രാവും പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്ന പോലെ മനുഷ്യപുത്രന് 3 രാവും പകലും ഭൂമിക്കുള്ളിലായിരിക്കും എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് 39-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ ഒരു വലിയൊരു സാമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും ഇവിടെ ഈ 41-ാമത്തെ വാക്യത്തിൽ 42-ാമത്തെ വാക്യത്തിൽ അവസാനം കാണുന്ന ഭാവം ഇങ്ങനെയാണ്: ഇവിടെ യോനായേക്കാൾ വലിയവൻ. 41-ാം വാക്യം. 42-ാം വാക്യം അവസാനിക്കുന്നതിനാണ് ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ഗ്രേറ്റർ ദൻ യോന, ഗ്രേറ്റർ ദൻ സോളമൻ. ഈ യോനായേക്കാൾ വലിയവൻ, സോളമനേക്കാൾ വലിയവൻ. എന്താണ് യേശുവിൻ്റെ ആ വലിപ്പം അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത്? യോന പ്രവചനങ്ങളുമായിട്ട് നിൽക്കുന്നു. നമ്മള് രൂപാന്തരിയാണ്, താബർമലയിൽ രൂപാന്തരിയുടെ സമയത്ത് ഈശോയോടൊപ്പം നിൽക്കുന്നത് ഏലിയായും മോശയുമാണ്. മോശ നിയമങ്ങളുടെ വക്താവും ഏലിയ പ്രവചനങ്ങളുടെ വക്താവുമാണ്. ഇവിടെ യോന പ്രവചനങ്ങളുടെ വക്താവാണ്, സോളമൻ ജ്ഞാനത്തിന്റെ വക്താവാണ്. അപ്പൊ ഇനി പറയേണ്ട നിയമമാണ് തോറ, നബിയും കെത്തുബിയും. തോറയും ഉണ്ട്, അതായത് നബിയുമും ഉണ്ട്, കെത്തുബിയും ഉണ്ട്. അതായത് പ്രവാചകന്മാരുടെ പ്രതിപുരുഷനായിട്ട് യോനായും ഉണ്ട്, ജ്ഞാനം പകർന്നു നൽകുന്ന ആളായിട്ട് സോളമനും ഉണ്ട്. അപ്പോൾ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. ഇത് ഇവിടെ കാണുന്നുണ്ട്. നിലവേ നിവാസികൾ ഈ തലമുറയോട് ഇപ്പോൾ എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കുക, എന്നാൽ യോനയുടെ പ്രസംഗം കേട്ടവർ അനുതപിച്ചു എന്ന് പറയുന്നുണ്ട്. അനുതാപം. അപ്പൊ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകന യോന നിൽപ്പുണ്ട്. ജ്ഞാനത്തിന്റെ വലിയ ജ്ഞാനം പകർന്നു നൽകുന്ന ആളായി സോളമൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓർക്കേണ്ടത് തോറ, നബിയും കെത്തുബിയും എന്ന് പറയുന്ന 3 കാര്യങ്ങളിലെ പ്രധാനപ്പെട്ടത് തോറ തന്നെയാണ്, നിയമം തന്നെയാണ്. നിയമമാണ്, മോശയാണ് പ്രധാനപ്പെട്ട ആളാണ് നമ്മൾ കാണുന്നത്. തോറ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തോറയായിരുന്നു, നിയമമായിരുന്നു. അപ്പൊ ഇവിടെ കെത്തുബിയും നബിയും ഉണ്ട്. അതായത് പ്രവാചകനായി യോനായും ഉണ്ട്, ജ്ഞാനവുമായി സോളമനും ഉണ്ട്. ഇനി നിയമത്തിന്റെ വക്താവാണ് വേണ്ടത്. അപ്പോൾ ഈശോ സ്വയം പരിചയപ്പെടുത്തുന്ന ആ നിയമം, നിങ്ങൾക്കായൊരു പുതിയ നിയമം, അത് ഞാനാണ്. ഞാൻ പകർന്നു നൽകുന്ന നിയമം എൻ്റെ ജീവിതം തന്നെയാണ്. ഞാൻ പറയുന്ന പരമപ്രധാന കൽപ്പന സ്നേഹമാണ്. ഞാൻ സ്നേഹമാണ്. സ്നേഹമെന്ന ആ സർവപ്രധാനം, എല്ലാറ്റിനേക്കാൾ പ്രധാനപ്പെട്ട നിയമമായ സ്നേഹം പകർന്നു നൽകുവാനും പഠിപ്പിക്കുവാനും വേണ്ടി ഈശോ നിൽക്കുമ്പോഴത്തേക്ക് ഈശോ പറയുകയാണ്, ഞാൻ യോനായേക്കാൾ വലിയവനാണ്. നിന്നെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ വലുത് നിനക്ക് ദൈവത്തോട് തോന്നേണ്ട സ്നേഹമാണ്. നിന്നെ എങ്ങനെ ജീവിക്കണം എന്നുള്ള ജ്ഞാനം പകർന്നു നൽകുന്നുണ്ടല്ലോ, അതിനേക്കാൾ വലുത് ദൈവത്തോടുള്ള സ്നേഹമാണ്. അപ്പം നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെടേണ്ടതും സ്നേഹം കൊണ്ടാണ്. നമ്മൾ ജ്ഞാനത്തിൽ വഴി നടത്തപ്പെടേണ്ടതും സ്നേഹം കൊണ്ടാണ്. സ്നേഹത്തിലൂടെ പകർന്നു നൽകപ്പെടുന്ന ജ്ഞാനത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. സ്നേഹത്തെ പ്രതി നമ്മൾ സ്വീകരിക്കുന്ന അനുതാപത്തിനാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുതാപത്തെക്കാളും ജ്ഞാനത്തെക്കാളും പ്രധാനപ്പെട്ടത് സ്നേഹമായി മാറുന്നു. അപ്പോൾ യേശു പറയുന്നത്, ഞാൻ ഇവിടെ യോനായേക്കാൾ വലിയവൻ, പ്രവചനങ്ങളെക്കാളും അനുതാപത്തെക്കാൾ വലിയവൻ. ഇവിടെ സോളമനേക്കാൾ വലിയവൻ, ജ്ഞാനവും ജ്ഞാനത്തിന്റെ വഴി നടത്തലിനേക്കാൾ വലിയവൻ. സ്നേഹമാണ്. നിന്റെ ഈശോനാഥനോടുള്ള, ദൈവത്തോടുള്ള സ്നേഹമായിരിക്കട്ടെ നിന്റെ ജ്ഞാനം. അതിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. നിന്റെ ഈശ്വനാഥനോടുള്ള, ദൈവത്തോടുള്ള സ്നേഹമായിരിക്കട്ടെ നിന്റെ അനുതാപം. അതിൽ നിന്ന് അനുതാപം ഉണ്ടാവേണ്ടത്. അനുതാപം എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ശൂന്യതയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും പൊട്ടിപ്പുറത്തേക്ക് വരുന്നൊരു കാര്യമാണ്
അനുതാപം എന്ന് പറയുന്നത്. അതിൽ മാത്രമേ അനുതാപത്തിന് വാല്യൂ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈശോ ഈ 2 തവണ പറയുന്ന കാര്യമാണ്, ഇവിടെ ഇതാ യോനായേക്കാൾ വലിയവൻ സ്നേഹം, ഇവിടെ ഇതാ സോളമനേക്കാൾ വലിയവൻ സ്നേഹം. അനുതാപത്തെയും ജ്ഞാനത്തെയും കാൾ വലുത് നിയമമാണ്, ഞാനൊരൊറ്റ നിയമമേ തരുന്നുള്ളൂ, സ്നേഹമാണ്. അങ്ങനെ ഈശോ അത് ക്ലാരിഫൈ ചെയ്യുകയാണ് വചനഭാവം. നമുക്കതിന് ഈശോയുടെ ഈ ഓർമ്മപ്പെടുത്തൽ, നമുക്ക് 2 കാര്യങ്ങളിലേക്ക് ഈശോ ക്ഷണിക്കുകയാണ്. നീ അനുദപിക്കണം, പക്ഷെ അത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം. നീ ജ്ഞാനം സ്വീകരിക്കണം, പക്ഷെ അതും എന്നോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം. ആ സ്നേഹത്തിൽ നിന്നായിരിക്കും നീ ജ്ഞാനം കണ്ടെത്തേണ്ടത് എന്ന് ഈശോ ഓർപ്പിക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിലൂടെ അനുതാപം സ്വീകരിക്കുവാനും സ്നേഹത്തിലൂടെ ജ്ഞാനം സ്വീകരിക്കുവാനും അങ്ങനെ സർവ്വപ്രധാന കൽപ്പന സ്നേഹമാണെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാനും യോനായേക്കാൾ വലിയവൻ, സോളമനേക്കാൾ വലിയവൻ യേശുവായി മാറുന്നത് യേശു സ്നേഹമായതുകൊണ്ടാണെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആ സ്നേഹം നമ്മളെ വഴി നടത്തട്ടെ.